എടാ പിന്നെ പറഞ്ഞ ഞാൻ പുറത്തേക്ക് എനിക്ക് മനസ്സിലായി വണ്ടിയുടെ സൗണ്ട്. എനിക്കാണെങ്കിൽ ഒരു പേടി ഏ പോലെ, ഒരു പേടി പോലെ. എന്തിന് എനിക്കാണെന്നുണ്ടെങ്കിൽ വയറുവേദനയും നടുവേദനയും രാവിലെ എണീക്കുമ്പോൾ ഒരുമാതിരി ഉറക്കം നിനക്ക് വരാതെ. ഇൻഫെക്ഷൻ ആണല്ലായിരുന്നു അതിന്റെ ആണായിരിക്കും. അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. ഏ അങ്ങേരുടെ നാട്ടിലില്ല. കേൾക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല ഇൻഫെക്ഷൻ ആണെന്ന്. അങ്ങേര് കൂടെ നാട്ടിലില്ലാത്ത സമയം. അങ്ങനെ തോന്നാൻ കാരണം എടി നിനക്ക് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ വരുന്നേ ഇല്ലയോ? യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പം അതിന്റെ ആയിരിക്കും. എനിക്ക് ഉറക്കെ പറ, കേൾക്കുന്നില്ല. പുറത്തേക്ക് അല്ല, ഇതെനിക്ക് ശരീരമൊക്കെ നല്ല വേദന, നടുവേദനയൊക്കെ. നീ എന്തു പറഞ്ഞു വരുന്നേ? ഇപ്പം അന്ന് പോയതിന്റെ ആണോ? നമ്മളൊന്ന് പോയി ചെയ്തിട്ട് ഇപ്പം 1 മാസമായില്ലേ. എനിക്ക് അത് കഴിഞ്ഞിട്ടല്ലേ നിനക്ക് പീരീഡ്സ് ആയല്ലായിരുന്ന? പീരീഡ്സ് ആയില്ലല്ലോ ഇപ്പൊ, അത് കഴിഞ്ഞിട്ടല്ലേ ആയത്. അത് നമ്മൾ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ മാസം തന്നെയല്ലേ ആയത്. അങ്ങനെ കണക്ക് കൂട്ടാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ എന്തോ നീ നോക്കിയോ? നോക്കിയത് അങ്ങനെ എങ്ങനെ പോയി വാങ്ങിക്കാനാ പ്രഗ്നൻസി കിറ്റും അതും ഇതൊക്കെ. ഒന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങേര് പോലും നാട്ടിലില്ലാത്ത സമയം. നിനക്ക് ഉറപ്പാണോ? എടി നിനക്ക് യൂറിൻ ഇൻഫെക്ഷന്റെ ആയിരിക്കും ചിലപ്പം. നീ അങ്ങനെ അതിന്റെ യൂറിൻ ഇൻഫെക്ഷന്റെ അല്ല. എനിക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടം ഇല്ലാണ്ട് കയറ്റി അടിച്ചില്ലായിരുന്നു ജസ്റ്റ് ഒന്ന്. ആ സമയത്തല്ല നീ പറഞ്ഞ, എനിക്ക് തോന്നിയില്ല ഉള്ളിൽ പോയതായിട്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അത്ര നോക്കിയിട്ടില്ല. അത്രയും നേരം കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് പോയിട്ടില്ലെന്നാ, പിന്നെ കൊണ്ടുപോയിട്ടില്ലാതെ അടിച്ചപ്പോ പോയിട്ടില്ലെന്നാ എന്റെ ഉറപ്പ്. കാരണം എന്ന് വെച്ചാൽ 2 കളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വന്ന് പിന്നെ രണ്ടാമത് കൊണ്ടുപോയില്ലാതെ കളിച്ചത്. അതും ഒരു പോയി കാണത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് വരുന്നതിന് മുമ്പ് ഞാൻ ഊരുകയും ചെയ്തു. കോണ്ടം ഇടാതെ അടിച്ചില്ല, ഓക്കെ ശരി. പക്ഷെ കോണ്ടം ഇട്ട് ആദ്യം കളിച്ചിട്ട് അതേ കണക്കല്ലേ ഊരി ഇടാതെ അടിച്ചത്. എടി ഇപ്പം നീ പറയുന്നത് കൺഫേം ആയിട്ട് നിനക്ക് എത്ര കൺഫേം ആണോ? എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ഇതിന് മുമ്പ് ഒരു വട്ടം ഇങ്ങനെ വന്നില്ലേ, അന്ന് പോസിറ്റീവ് അല്ലായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്ത് വേണമെന്ന് നീ പറയുന്നത്? നീ അറിയത്തില്ല എന്തോ നീ വേണം. പറയുന്നത് നാളെ അടുത്തുനിന്ന് കാരണം വെച്ചാൽ അങ്ങേത് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ പേടിക്കാതി പറയുന്നേക്ക്. ഇനി എന്തായാലും നാളെയാണ് പോയി യൂറിൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. നീ അല്ലെങ്കിൽ ഞാൻ നാളെ കിറ്റ് എടുത്ത് തരാം. ഒരു കാര്യം ചെയ്യും, യൂറിൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നീ വേറെ ഒന്നും വേണ്ട. ഞാൻ നാളെ എന്തായാലും നാളെ കൊണ്ടുവരാം. നാളെ എനിക്ക് കടയിൽ പോകേണ്ട ആവശ്യമെങ്കിലും സാധനം വാങ്ങിക്കാൻ വരണം. അപ്പൊ ഞാൻ നീ വരുമ്പോൾ കട എനിക്ക് നാളെ ജോലിക്ക് പോകണ്ട. അങ്ങനെയല്ല, നീ എന്നോട് അറിയാം, ഞാൻ കൊണ്ടുപോകാം. എത്രയും പറഞ്ഞാലും എനിക്ക് ആ മനുഷ്യൻ ചെല്ലുന്നേരം എത്രയെന്ന് പറഞ്ഞാലും എനിക്ക് ആ മനുഷ്യൻ ചെലവിനിരുന്നില്ലേ എനിക്ക് അങ്ങനൊന്നും ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല. നീ ആദ്യമേ നമ്മള് ചുമ്മാതെ തൊട്ടനുപ്പിച്ച് ടെസ്റ്റ് അടിച്ചിട്ട് കാര്യമില്ല. ആദ്യമേ ടെസ്റ്റ് ചെയ്ത് എന്തോന്ന് അറിഞ്ഞ് മനുഷ്യൻ നടന്ന് നമുക്ക് പിന്നെന്തോന്ന് വെച്ചാൽ തീരുമാനിക്കാൻ അതിനെ പറ്റി. പിന്നൊരു കാര്യമുണ്ട്. അങ്ങേരെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ നാട്ടിൽ വിളിച്ചു വരുത്തിയിട്ട്. സൗണ്ട് കുറഞ്ഞു പോകുന്നത്. അതെ, അത് തൊണ്ട അടച്ചിരിക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്. അങ്ങേരെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് അങ്ങേരുടെയാന്ന് പറയണം. പക്ഷെ അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് ചെയ്യിക്കുമ്പോ സംശയം അടിക്കത്തില്ലേ? ആദ്യമേ നമ്മൾ ചെയ്തിട്ട് ഒരുപാട് 2-3 മാസമായില്ലേ. ഇപ്പം എത്ര ആഴ്ചയായി? 1 മാസം കൂടി പോയി കഴിഞ്ഞു. 1 മാസം ആയി കാണത്തില്ല. ഈ കഴിഞ്ഞ മാസം 10-നോ 20-നോ കണ്ടല്ലേ ചെയ്തത്.
ഏഹ് ആ. 1 മാസമൊന്നും ആയിട്ടില്ല. നീ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇപ്പം പഴമൊഴി പറയുന്നത് കാള പെട്ടെന്ന് നമ്മൾ കയറെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ കഴിച്ച് നമ്മൾ അറിയാം, നോക്കിയിട്ട് കാര്യം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഉം. നീ അതിനെപ്പറ്റി നമ്മൾ വീട്ടിലും കളിച്ച് പുല്ല് ഫോണിൽ വിട്ടാൽ അത്രയും ചെയ്തിട്ട് ഫോണിൽ വിടാതെ കയറ്റുണ്ടായിരുന്നു. ആരും വിചാരിച്ചു ആ സമയത്തൊരു ഇതില് രണ്ടും ഓർക്കത്തില്ല. ഇന്ത്യൻ തല ഇനിയൊരു കളി ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നാട്ടിൽ വന്ന ശേഷം പോയില്ലെങ്കിൽ ഫുൾ ഫോണിൽ വിട്ടുള്ള കളി എല്ലാവരും നമ്മൾ ചുമ്മാ തന്നെ റിസ്ക് എടുക്കണ്ടല്ലോ. ഇനി ഇപ്പോഴും ഒന്നും വേണ്ട. ഞാൻ അതല്ല ഇപ്പൊ പോസ് കഴിഞ്ഞ എന്തോ ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടി നീ ഒന്ന് ആദ്യം ഞാൻ പറയുന്ന മനസ്സിലാക്കുക. ആദ്യം അതൊന്ന് നീ ടെസ്റ്റ് ചെയ്ത് നോക്ക്. നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കായിരിക്കും. അല്ല നിനക്ക് പറഞ്ഞു നിനക്കെന്ത് മനസ്സിലാവത്തില്ല. നിനക്ക് ഇംപ്രഷൻ്റെ ആണോ അതെന്ന് അറിയില്ല. നീ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ നാളെ കിറ്റിന്ന് ഒരു കിറ്റ് മേടിച്ചിട്ട് ഓർമ്മ ഉണങ്ങി മേടിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കിടന്ന് നീ ടെൻഷൻ അടിക്കും. അല്ല പറഞ്ഞാൽ നിനക്കെന്ത് മനസ്സിലാവാത്തത്. അല്ല, എനിക്ക് പേടിയുണ്ട്. നാളെ എനിക്കൊരു കിറ്റ് വാങ്ങിച്ചു തരണം. ആദ്യമേ ടെസ്റ്റ് ചെയ്ത് അതെന്തോന്ന് അറിഞ്ഞതിന് ശേഷം കൺഫേം ചെയ്തതിനു ശേഷം പിറ്റേന്നുള്ള പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അത് ഒന്നും അറിയാതെ ഒരു നടുവേ അല്ലെങ്കിൽ ഒരു ഓട്ടനെ വന്ന് പറഞ്ഞു ചെയ്തെന്നും പറഞ്ഞു ഉടനെ അത് വരുന്ന മൊത്തം അതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ല, പക്ഷെ അതുകൊണ്ട് എനിക്ക് ആദ്യം പോയി ഒരിക്കലും വിട്ട് കളയാൻ പറ്റത്തില്ല കേട്ടോ. എന്തോ എനിക്ക് നിന്നെ ഒരിക്കലും വിട്ട് കളയാൻ പറ്റത്തില്ല. നീ ഹെഡ്സെറ്റ് ആണ് വെച്ചിട്ടുണ്ടോ? ഇല്ലടാ, കേക്കാവോ? ഹെഡ്സെറ്റ് അടുപ്പിച്ച് ഞാൻ വെച്ചിട്ടില്ല. ഇപ്പൊ കേക്കാവോ? കേക്കാം. എനിക്ക് ഒരിക്കലും നിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല, ഈ കാട് കയറി ചിന്തിയിലൊന്ന് നിർത്ത്. ദൈവത്തെ ഓർത്ത് പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനാണെങ്കിൽ ഞാൻ വേല ഇത് വരും പറയും ഞാൻ. അത് നിന്നെ വിളിച്ചു വരുത്തി എനിക്കറിയാം. ഓക്കെ, ഞാൻ ടെൻഷൻ അടിക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. പിന്നെന്തോ ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്തോന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യാം. നീ അത് വിട്. ഞാൻ ഇന്നൊന്നല്ല നിന്നെ കളിക്കാൻ തുടങ്ങിയതുമല്ല. നീ എന്റെ കൂടെ ആയിട്ടും ഇത് ഇന്നൊന്നല്ല തുടങ്ങിയതല്ല. ഇത്ര നാളുമായിട്ട് മനുഷ്യർ അറിയാതെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇനിയും അത് ഞാൻ കൊണ്ടുപോകാൻ പറ്റും. സത്യം പറഞ്ഞാൽ 3-3.5 വർഷമായി ഇങ്ങനെ ആരും അറിയാതെ കൊണ്ടു നടന്നിട്ട്. പിന്നെന്തുവാ? പിന്നെ ഇത് അതാണോ അല്ലയോ എന്ന് ഇത്രയും നാള് ഇത് ഒരു വട്ടം അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്നിന്റെ ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പിന്നെ വിട്. ഇത് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വിട്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? ഞാൻ കഴിച്ചില്ല, കഴിക്കണം. നിങ്ങൾ കഴിച്ചോ? നീ ഓഫീസിൽ പോയില്ലോ? നീ രാവിലെ എന്നെ വിളിച്ചില്ലല്ലേ? എനിക്ക് രാവിലെ ഞങ്ങളുടെ കടയിലോട്ടൊന്ന് പോകണമായിരുന്നു. അവിടെ പോയിട്ടൊന്ന് ഞാൻ പിന്നെ ഓഫീസിൽ പോയില്ല. ഇനി നാളെ ഞങ്ങളുടെ കടയിൽ പോവാന്ന് വിചാരിച്ചു. നാളെ ഞാൻ അവിടെയും പോകുന്നില്ല. ഇനി നിനക്ക് പീരീഡ്സിന്റെ വൈറ്റ് ആണ് എടുക്കുന്നത്. പീരീഡ്സ് 20-ാം തീയതി ആവുമ്പോഴത്തേക്കിനാവും. പക്ഷെ ചിലപ്പോൾ പീരീഡ് ഡേറ്റ് ചേഞ്ച് ആവുമല്ലോ, അറിയാമല്ലോ. എന്തായാലും നമുക്ക് നാളെ ഞാൻ നോക്കട്ടെ, കിറ്റ് എടുത്തുകൊണ്ട് വരാം. പിന്നെ അവൻ വിളിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വിളിക്കാം. ഞാൻ അവന്റെ പുറത്തോട്ട് വന്നതാ. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് ഇട്ടെ. ഞാനെങ്കിൽ എണീറ്റ് വീണ് ഫുഡ് കഴിക്കട്ടെ. ഇപ്പോഴെനിക്ക് നീ ചുമ്മാ കിടന്ന് ടെൻഷനൊന്നും അടിക്കണ്ട. നിനക്ക് നോർമലി ഇൻഫെക്ഷന്റെ അല്ലെങ്കിൽ വേറെ ഇതിന്റെ ഒക്കെ ആയിരിക്കും. അതൊക്കെ വിട്. വരുമ്പോ അടുത്ത് കാണാം. എനിക്കാണെങ്കിൽ ഇന്നലെ മഴയെല്ലാം കൂടെ നല്ല ജലദോഷം കയറി പിടിച്ചു. ശരി എന്നാ, നീ ചെല്ല്. ഞാൻ വിളിക്കാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെ കൺഫേം ആക്കിയിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ. ശരി എന്നാ, ഞാൻ വിളിക്കാം. ശരി എന്നാ.